ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്, അതായത് ഒരു സബ്സ്ക്രൈബർ കുട്ടി ഇങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ ഈ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റിന്റെ ഒരു ക്ലാസ് ഇടുമോന്ന്. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് ഇതിന്റെ ഒരു ക്ലാസ് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കയറി ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ടിന്റെ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഗീവ് റെസ്പെക്ട്. ഗീവ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബഹുമാനം കാണിക്കുക. ഇപ്പൊ നമ്മൾ ഒരാളോട് ബഹുമാനത്തിൽ പെരുമാറുമ്പോഴാണ് അവർ നമ്മളോട് തിരിച്ച് ബഹുമാനം കാണിക്കുന്നത്. നമ്മൾ എങ്ങനെ പെരുമാറുന്നോ തിരിച്ച് അതുപോലെ കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് റെസ്പെക്ട്. റെസ്പെക്ട് എന്ന് വെച്ചാൽ എന്താ? ബഹുമാനം. നമുക്ക് എങ്ങനെയാ ബഹുമാനം കിട്ടുക? നമ്മൾ ഒരാൾക്ക് നല്ല രീതിയിൽ ബഹുമാനം കൊടുക്കുമ്പോൾ, ഇപ്പൊ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അവരുടെ പാദത്തെ തൊട്ട് തൊഴുവോ അല്ലെങ്കിൽ കൈകൂപ്പി നമസ്കരിക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബഹുമാനമാണ്. നമ്മളത് കൂടുതലായിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ റെസ്പെക്ട് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്യാരിങ് അബൌട്ട് പീപ്പിൾ ആൻഡ് ട്രീറ്റിംഗ് ദം വിത്ത് ഡിഗ്നിറ്റി. നമ്മൾ ആൾക്കാരെ വിലയിരുത്തുക. ഇപ്പോൾ റെസ്പെക്ട്, ഇപ്പൊ നമ്മൾ ഒരു വലിയ ആൾക്കാരാണെങ്കിൽ ബഹുമാനം കാണിക്കുക. ഇപ്പൊ വലിയ ആൾക്കാരെങ്കിൽ നമ്മൾ ഇപ്പൊ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കുക. ആരെങ്കിലും ഇപ്പൊ വീട്ടിലേക്കാണെങ്കിലും ആരെങ്കിലും വലിയ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അത് മുന്നിൽ ജസ്റ്റ് ഒന്ന് എണീക്കുക. അതൊക്കെ ഒരു ബഹുമാനത്തിന്റെ ഒരു ഇതാണ്. നമ്മൾ അതൊക്കെ അങ്ങനെ കാണിക്കുക. അപ്പൊ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവും, നമുക്കൊരു വാല്യൂ ഉണ്ടാവും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെങ്കിലും ഒരു നല്ല കുട്ടിയാണ്, നല്ല ബഹുമാനമുണ്ട് അങ്ങനെയൊക്കെ അവർ പറയും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ബഹുമാനം കിട്ടും നല്ലതുപോലെ. ഓക്കെ, അപ്പൊ നമ്മൾ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. ബേസിക്കലി അവർക്ക് നല്ല സ്വഭാവമാണെങ്കിൽ ഉറപ്പായിട്ടും ഒരാളൊരു റെസ്പെക്ട് കാണിച്ചിരിക്കും. ആരോടായാലും മുതിർന്ന ആൾക്കാരോട് മസ്റ്റായിട്ട് അവർ കാണിച്ചിരിക്കും. സോ അവർക്ക് ഉള്ളിൽ ആ ഒരു റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് അവരത് കാണിക്കുന്നത്. പിന്നെ റെസ്പെക്ട് ഈസ് വാല്യൂയിങ് അവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മളെ തന്നെ നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. നമ്മളിപ്പോ വേറെ രീതിയിലൂടെ ചിലപ്പോൾ അവരത് നമുക്ക് തന്നില്ലെങ്കിലും നമുക്ക് വേറെ രീതിയിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ബിക്കോസ് നമ്മൾ നല്ലതുപോലെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, വി ഷോ റെസ്പെക്ട് ബൈ സ്പീക്കിംഗ് ആൻഡ് ആക്ടിങ് വിത്ത്. നമ്മളിപ്പോ നല്ലതുപോലെ സ്പീക്ക് ചെയ്യുക, സംസാരം അതേപോലെ തന്നെ. ഓർത്ത് പറ്റില്ല, ഈ കുട്ടി നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്, നല്ല ബഹുമാന ഭക്തിയോടെ സംസാരിക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ നല്ലതുപോലെ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ നല്ലതുപോലെ സംസാരിക്കാനായിട്ടും അവരുടെ മുന്നിൽ പെരുമാറാനായിട്ടും നമുക്ക് പറ്റുന്നത് നല്ല രീതിയിൽ. വെൻ വി ആർ റെസ്പെക്ട്ഫുൾ വി ട്രീറ്റ് അതേഴ്സ് ആസ് വി വാണ്ട് ടു ബി ട്രീറ്റഡ്. നമുക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും നമുക്ക് അതുപോലെ തന്നെ കിട്ടും. അതാണ് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പെക്ട് ഇൻക്ലൂഡ്സ് ദി റൂൾ ഓഫ് അവർ ഫാമിലി ഓർ സ്കൂൾ വിച്ച് മേക്ക് ലൈഫ് മോർ ഓർഡിനറി ആൻഡ് പീസ്ഫുൾ. നമുക്ക് വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ വീട്ടില് നല്ല ബഹുമാനമുള്ള ഫാമിലി ആണെങ്കിൽ അവിടുന്ന് നമ്മൾ പഠിക്കും ബഹുമാനം എങ്ങനെയാ എന്തുവാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അച്ചടക്കം അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കാറുണ്ട്. ടീച്ചർമാരൊക്കെ നമുക്കത് പറഞ്ഞു തരും എങ്ങനെയാണ് അച്ചടക്കത്തോടെ ബിഹേവ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്കത് രണ്ടും ഒന്ന് ഫാമിലിയിൽ നിന്നും ഒന്ന് സ്കൂളിൽ നിന്നും കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ. പിന്നെ ഇറ്റ് ഈസ് നോയിങ് ദാറ്റ് എവ്രി മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഡിസേർവ് റെസ്പെക്ട് ഇൻക്ലൂഡിങ്. വെച്ചാൽ എല്ലാ എല്ലാ മനുഷ്യന്മാരും ഈക്വൽ ആയിട്ട് തന്നെ ഒരാളെ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ ഇപ്പൊ മാതാപിതാക്കളെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ അവര് മുതിർന്ന ആൾക്കാർ എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറുമ്പോൾ നമ്മൾ അത് കാണുമ്പോൾ നമ്മളും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. ബിക്കോസ് എന്ത് കാര്യമുണ്ട് നമ്മൾ അവരെ അനുകരിച്ചാൽ നമ്മൾ ചെയ്യാറ്. അപ്പൊ അവരിങ്ങനെ ബഹുമാനത്തോടെ പെരുമാറുമ്പോൾ അവരെക്കാട്ടിലും മൂത്ത ആൾക്കാരോട് പെരുമാറുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അപ്പം ഭയങ്കരമായിട്ട് റെസ്പെക്ട് ആയിട്ട് ബിഹേവ് ചെയ്യാനും വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ നമ്മളെ കൊണ്ടും പറ്റും. ഓക്കെ, നമ്മളത് ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ വൈ പ്രാക്ടീസ് ഇറ്റ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. വിത്തൗട്ട് റെസ്പെക്ട് ഫോർ റൂൾ വി വുഡ് ഹാവ് കൺഫ്യൂഷൻ. റെസ്പെക്ട് എന്ന് വെച്ചാൽ ഒരു റൂളാണ്. സോ നമ്മളിങ്ങനെ വലിയ ആൾക്കാരെ കാണുമ്പോൾ ബഹുമാനിക്കുക. നമുക്ക് അറിയാമല്ലോ, മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുക അത്രത്തോളം കൊടുക്കുക. നമ്മളെപ്പോലെ സെയിം ഏജ് ആയ ആൾക്കാരെ മാത്രമേ നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാറുണ്ട്. നമ്മൾ റെസ്പെക്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരാളെ, നമ്മുടെ സെയിം ഏജ് ആയാലും നമ്മൾ പേരെടുത്ത് വിളിക്കുക, അതൊക്കെ ഒരു ബഹുമാനത്തിന്റെ ഒരു ഇതാണ്.
നമ്മളിപ്പോ എന്താ ഇപ്പൊ പേരൊക്കെ വിളിക്കുമ്പോ ഒരാളുടെ ഗുഡ് മോർണിംഗ് പറയുവാണെങ്കിൽ സപ്പോസ് നമ്മൾ ഒരു ഗ്രീറ്റിംഗ് പറയാന്ന് വെച്ചോ, അപ്പൊ ഗുഡ് മോർണിംഗ് ദിവ്യ നമ്മൾ അങ്ങനെ പേരെടുത്ത് പറയാ, നമ്മൾ റെസ്പെക്ട് കാണിക്കുക. അപ്പൊ അവർക്കത് കേൾക്കുമ്പോൾ സന്തോഷം, അവർ തിരിച്ച് നമ്മളോട് ഗുഡ് മോർണിംഗ് ഹേമ എന്നിട്ട് തിരിച്ച് നമ്മളോട് അങ്ങനെ പറയും അവര്. സോ അപ്പൊ ആ റെസ്പെക്ട് അവർക്ക് ഉണ്ട്, ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്കും അവർ തിരിച്ച് പറയുന്നത്. നമ്മൾ എങ്ങനെ ഒരാളോട് പെരുമാറുന്നോ മറ്റുള്ളവരും തിരിച്ച് നമ്മളോട് അങ്ങനെ പെരുമാറും. നമ്മൾ അത് ആദ്യം നമ്മൾ നോക്കണം. ഓക്കെ, വിത്തൗട്ട് റെസ്പെക്ട് പിന്നെ പീപ്പിൾ വുഡ് ട്രീറ്റ് ഈച്ച് അതർ റൂഡ്ലി ആൻഡ് വയലേറ്റ് ഈച്ച് അതർ പ്രൈവസി ആൻഡ് അതർ റൈറ്റ്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ നമ്മൾ റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചാൽ തിരിച്ചു നിൽക്കുന്നതാണോ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവരും അതേപോലെ സംസാരിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. പിന്നെ അവർ വലിയ പ്രശ്നമാണ്. നമ്മൾ റെസ്പെക്റ്റോടെ സംസാരിച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധനമാണ് റെസ്പെക്ട്, എന്തായാലും അങ്ങനെ ചെയ്താലും. പിന്നെ റെസ്പെക്ട് ഹെൽപ് പീപ്പിൾ ടു ഫീൽ വാല്യൂഡ്. എന്നുവെച്ചാൽ റെസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളെ വാല്യൂ ഉള്ള ആളായിട്ട് കാണും, നല്ല ഒരു ബഹുമാനം നമുക്കും കിട്ടും. അപ്പൊ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. പിന്നെ എൽഡർ ഡിസേർവ് സ്പെഷ്യൽ റെസ്പെക്ട്. എൽഡേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു പ്രത്യേകം റെസ്പെക്ട് കൊടുക്കാറുണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വഭാവം ആറ്റിറ്റ്യൂഡും ഒക്കെ കാണും. ബിക്കോസ് അവര് ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിച്ച് വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണുമ്പോൾ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ നമ്മളോട് നമ്മളൊന്നും സംസാരിച്ചില്ലെങ്കിലും ഇപ്പൊ നമ്മൾ അവര് അകത്തേക്ക് വന്ന് നമ്മൾ എണീറ്റ് നിൽക്കുക, അതൊരു റെസ്പെക്ട് ആണ്. ഇപ്പൊ നമുക്കൊന്നും അവരോടൊന്നും മിണ്ടിയില്ലാന്ന് വെച്ചില്ലെങ്കിൽ അതൊരു റെസ്പെക്ട് ആയിട്ട് പോകത്തില്ല. അവര് വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കുക, ബഹുമാനം കാണിക്കുക, പിന്നെ അവരോട് എന്തെങ്കിലും കുടിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും വേണം ചോദിക്കുക. അതൊക്കെ ഒരു റെസ്പെക്ടിന്റെ ഒരു ഇതാണ്. നമ്മൾ അങ്ങനെ ചെയ്താലും മതി. ആൻഡ് ലേൺ മെനി ലൈഫ് ഓഫ് ലെസൺസ്. അവരെന്താ വെച്ചാൽ കുറെ ജീവിതത്തിൽ കുറെ പാഠങ്ങൾ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അവരിൽ നിന്നും നമ്മൾ എന്തെങ്കിലും പഠിക്കുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സെൽഫ് റെസ്പെക്ട് ഈസ് മേക്കിംഗ് ഷുവർ നോ വൺ ഹേർട്സ് യു ഈവൻ എ എൽഡർ. ഇപ്പൊ നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കണം. നമുക്ക് തന്നെ നമ്മളോട് ഉള്ളിൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ ആരും നമ്മളെ ഹേർട്ട് ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ മുതിർന്ന ആൾക്കാരായാലും അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ അതുപോലെ പെരുമാറാനായിട്ട് തുടങ്ങുവാണെങ്കിൽ ആരും ചെയ്യത്തില്ല. പിന്നെ വെൻ യു റെസ്പെക്ട് യുവർ സെൽഫ് അതേഴ്സ് റെസ്പെക്ട് യു ടു. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ നമ്മളെ ഉള്ളിൽ തന്നെ നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാവണം, നമുക്കൊരു ബഹുമാനം സെൽഫ് ലവ് ഒക്കെ നമുക്ക് തന്നെ തോന്നേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരും നമ്മളോടും അത് കാണിക്കത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ ഇതാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ മലയാളത്തിൽ ബഹുമാനം കാണിക്കുന്നത് കുറെ വേർഡ്സും ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് മലയാളത്തിൽ നമ്മൾ ബഹുമാനം കാണിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബഹുമാനം കാണിക്കാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാരെയും യു എന്ന് വെച്ചിട്ടാ സംബോധന ചെയ്യാം. യു ഷുഡ് ഡു എന്നൊക്കെ പറഞ്ഞിട്ടാ നമ്മൾ സംബോധന ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഒരു ബഹുമാനോ റെസ്പെക്റ്റോ ഒന്നുമില്ല. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പൊളൈറ്റ് വേർഡ്സും പിന്നെ അതുപോലെ തന്നെ ഗ്രീറ്റിംഗ്സും അതുപോലെ തന്നെ ഒക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോ സാറ് മേഡം ആന്റി അങ്കിൾ അങ്ങനെ വിളിച്ചിട്ട് മാത്രമേ നമ്മൾ കുറച്ച് റെസ്പെക്ട് കാണിക്കത്തുള്ളൂ. ഓക്കെ, മലയാളത്തിലാകുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, ചേട്ടൻ പറഞ്ഞില്ലേ, ചേച്ചി പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ബഹുമാനത്തോടെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ ആന്റി അങ്കിൾ അല്ലെങ്കിൽ മമ്മി ഡാഡി അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലേ വരത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഗിവ് റെസ്പെക്റ്റും ടേക്ക് റെസ്പെക്റ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ക്ലാസ് വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇനിയെങ്കിലും പഠിക്കാൻ ഏറ്റവും വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ, സോ അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ എന്താ പറയാ, പിന്നെ എല്ലാവർക്കും സുഖല്ലേ? പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഞാൻ പറയുന്ന പോലെ ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ മെറ പ്രാക്ടീസും ബുക്സ് വായിക്കലും അതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നമ്മൾ വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരാൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പോയാൽ മാത്രം ഇംഗ്ലീഷ് പഠിക്കത്തില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ അവർ പറയുന്നത് കേട്ടല്ല. ഇപ്പൊ നമ്മൾ തന്നെ നമ്മളും ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു കാര്യം നടക്കത്തില്ല. ഇംഗ്ലീഷ് പഠിക്കുന്നാലും എന്തോ ആയാലും നമ്മളിപ്പോ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ എക്സാമിനൊക്കെ നമ്മൾ കുത്തി ഇരുന്ന് പഠിക്കാറുണ്ട്, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാറുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടം എല്ലാവർക്കും ഇനി ഇപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരെയും ബൈ ബൈ, സീ യു.